ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം മത്തായി സുവിശേഷം 13:44. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചുവച്ച നിധിയോട് സദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹവന്ദനം. യേശു ക്രിസ്തുവിനെ അറിയുന്നതിൻ്റെ ഫലവത്തായ മൂല്യം എടുത്തു പറയുന്ന വേദഭാഗമാണിത്. ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച സ്വർഗരാജ്യ അനുഭവത്തിലേക്ക് എത്തപ്പെടേണ്ടതിന് ത്യാഗപൂർവമായ പ്രവൃത്തികൾ ചെയ്യുവാനിടയായിത്തീരണം. സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ യേശു ജനക്കൂട്ടത്തെ പഠിപ്പിക്കുമ്പോൾ വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സദൃശ്യപ്പെടുത്തുന്നു. വയൽ എന്നുള്ളത് ഈ ലോകത്തെ പ്രതിനിധീകരിക്കുമ്പോൾ ഒളിച്ചുവെച്ച നിധി വിശ്വാസികൾ അല്ലെങ്കിൽ സഭയെ കാണിക്കുന്നു. ഇവയെ കണ്ടെത്തിയവനാണ് യേശു. യേശു തൻ്റെ പ്രാണനെ കൊടുത്ത് ലോകത്തെ വീണ്ടെടുത്തു. വയലിലെ നിധിയെക്കുറിച്ച് മനസ്സിലാക്കിയ മനുഷ്യൻ അത് നേടിയെടുക്കുവാൻ തനിക്കുള്ളതൊക്കെയും വിറ്റതുപോലെ നമ്മെ നേടുവാനായി തനിക്കുണ്ടായിരുന്ന സ്വർഗീയ മഹത്വം വെടിഞ്ഞ് താണനിലത്തിലേക്ക് ഇറങ്ങി വന്ന് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. അതുപോലെ രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദലും നിധി കണ്ടെത്തുന്നവനാണ്. അവൻ സത്യം അന്വേഷിക്കുകയും രക്ഷയ്ക്കായി മറ്റുള്ളതെല്ലാം ഉപേക്ഷിക്കുവാനുള്ള സന്നദ്ധത കാട്ടുകയും ചെയ്യുന്നു. സ്വർഗരാജ്യം എന്നുള്ളത് അന്വേഷിക്കുന്നവർക്ക് ലഭിക്കുന്നു. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തുമെന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. യേശുവിലൂടെയുള്ള രക്ഷ സന്തോഷമായിരിക്കാൽ ആ നിധിയുടെ മൂല്യം മനസ്സിലാക്കി മറ്റെല്ലാം, അതായത് ലൗകിക മോഹങ്ങൾ ഉൾപ്പെടെ ഉപേക്ഷിച്ച് വലിയ ത്യാഗത്തിന് തയ്യാറാകുന്നു. വചനം ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, യേശുക്രിസ്തു എന്ന നിധി താങ്കൾക്ക് എത്ര വിലയേറിയതാണ്. അത് നേടുവാൻ തക്കവണ്ണം തടസ്സമായി താങ്കളുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകുവാൻ പാടില്ല. എന്തും യേശുവിലൂടെയുള്ള രക്ഷയ്ക്കായി ഉപേക്ഷിക്കുവാൻ തയ്യാറാകുക. വയലിൽ മറഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തുന്നയാൾ തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങുന്നു. താങ്കൾ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ നിധിയുടെ മൂല്യം മനസ്സിലാക്കുന്നുവെങ്കിൽ സന്തോഷത്തോടെ പലതും ഉപേക്ഷിക്കേണ്ടതായി വരും. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുക. അപ്പോസ്തലനായ പൗലോസ് തനിക്ക് ലാഭമായിരുന്നതൊക്കെ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണുവാനും ക്രിസ്തു നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറെന്ന് എണ്ണുവാനും ഇടയായി തീർന്നു. ഒരുവൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ നിധിയായ യേശുവിനെ കണ്ടുകൊണ്ട് ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിക്കുവാനും സന്തോഷത്തോടെ ആ നിധി കണ്ടെത്തുവാനും ഏവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us all.